ഗൂഗിളിൽ ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് യൂട്യൂബിൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. അവിടെ കൊടുങ്ങല്ലൂര് ഈ മനുഷ്യന്റെ പേർക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ടാണ്. ബിസിനസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. എന്നിട്ട് അല്ലാത്ത ഒഴിവ് സമയത്ത് ഞങ്ങള് വ്ളോഗും എടുക്കുന്നുണ്ട്. അയ്യോ എന്റെ കാണുന്നുണ്ടോന്ന് അറിയില്ല. വെഡിങ് പേജുകളാണ് കാണുന്നത്. കള്ളം പറയരുത്, മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, ട്രോളണെന്ന് വെച്ചിട്ട് ട്രോളണോരാണ് കേട്ടോ ഇപ്പൊ ഈ ജോലി ഇല്ലാന്നൊക്കെ പറഞ്ഞ നടക്കണ. സ്വന്തം ഭാര്യ വീടിന്ന് കുളിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞ അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അറിയാ. ഈ ഫോട്ടോഗ്രാഫിയും ഈ യൂട്യൂബുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോണ്. പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇപ്പൊ ചില കമന്റുകളും കാര്യങ്ങളൊക്കെ നോക്കരുത് കുറെ കമന്റുകൾ വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയില് അല്ലെ. ആ കമന്റുകൾ നോക്കിയോണ്ട് മാത്രല്ല ടെൻഷൻ വന്നത്. ഞാൻ ഈ മനുഷ്യനെ കാണുമ്പോ ഇങ്ങനെ തല്ലിനെ കമന്റ് കൊണ്ടല്ല ടെൻഷൻ വന്നത്. നമുക്ക് ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ പറയുന്നേ ഞാൻ ആരോടും പറയില്ല. അത് പിന്നെ എന്തായാലും ഇപ്പൊ പറയാൻ താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞു നീ അതൊന്നും കായാലും ചിന്തിക്കരുത്, അങ്ങനത്തെ വീഡിയോ നോക്കരുത്. എന്റെ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ തിരിച്ചതെടുക്കും. അത് കുറച്ച് ഞാൻ തിരിച്ചെടുക്കും. സാധനം തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. എല്ലാവരും അഭിപ്രായം പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഊതിയതല്ലേ. അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, മനസ്സിലായ? അത് ക്ലാരിഫിക്കേഷൻ ആയിരിക്കും, സത്യസന്ധത ഉണ്ടായിരിക്കും. കുറെ നുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്താണ് എന്നുള്ളത് നമ്മളെ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ